നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമിലേക്ക് വേണ്ടി നല്ല സാനിറ്ററി വെയർസ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു എക്സ്പേർട്ട് അഡ്വൈസ്, അതായത് വേറൊന്നുമല്ല എക്സ്പേർട്ട് വിചാരം എന്താണെന്നുള്ള ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്യുകയുണ്ടായി. അതിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ക്ലോസറ്റുകളുടെ സെലക്ഷനെ കുറിച്ചാണ്. ഇന്ന് എനിക്ക് മാത്യു ജോൺസണുമായിട്ട് സംസാരിക്കാനുള്ളത് സാനിറ്ററി വെയർസിൽ നമ്മുടെ ഷവേഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. എല്ലാവരുടെയും മനസ്സിലൊരാഗ്രഹമാണ് നല്ല ഷവർ വേണം, നല്ല ടാപ്സ് വേണം എന്നൊക്കെയുള്ളത്. നമ്മൾ പല രീതിയിലുള്ള എമൗണ്ടുകളിൽ പല സൈസിലുള്ള കാര്യങ്ങൾ ഷവേഴ്സ് ഒക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിതിൻ്റെ ഒരു എക്സ്പേർട്ടിനോട് തന്നെ നമുക്ക് ചോദിക്കാം. നമ്മുടെ ക്ലോസറ്റുകൾ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, പാർട്ട് 1 ആയിട്ട്. തീർച്ചയായും ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ. വേറൊന്നുമല്ല, നമുക്കൊരു ബാത്റൂമിലേക്ക് എങ്ങനെ നമുക്ക് സാനിറ്ററി വെയർ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു എക്സ്പേർട്ട് വിചാരമാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്യു, നമുക്കാണെങ്കിൽ ഈ ഷവേഴ്സ് ഒത്തിരിയധികം സൈസുകളിൽ അവൈലബിൾ ആണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഈ ബക്കറ്റ് കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ടാപ്പ് തുറന്ന് കോരി കുളിക്കുക എന്നുള്ളതായിരുന്നു. ഷവർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ കാര്യമായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഷവറുകൾ വന്നു, ചെറിയ റൗണ്ട് ഷവർ അല്ലെങ്കിൽ ഒരു 4 ഇഞ്ച് സ്ക്വയറിൻ്റെയൊക്കെയുള്ള ഷവേഴ്സൊക്കെ ആയിരുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്നും പലർക്കും ഷവേഴ്സ് യൂസ് ചെയ്തത് ഒത്തിരിയധികം വെള്ളം കൺസ്യൂം ചെയ്യും എന്നുള്ളത്. എന്ന് വെച്ചാൽ വേറെ നല്ല സിറ്റി ലൈഫിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴായിരിക്കും വെള്ളം വരുന്നത്, ഒത്തിരി വെള്ളം കൺസ്യൂം ചെയ്യും എന്നൊക്കെയുള്ള ചിന്തകളുണ്ട്. ഇതെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടാകും, പക്ഷേ ഷവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാകത്തില്ല. ഈ ഷവർ സിസ്റ്റം അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് നമുക്കറിയാം പണ്ട് മിക്സർ ഉണ്ടായിരുന്നു, 2 സെപ്പറേറ്റ് വാൽവുകൾ തിരിച്ചുകൊണ്ടുള്ള മിക്സേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഡൈവേർട്ടുകളിലേക്ക് മാറി, ഇപ്പോൾ പാനൽ ബട്ടൺസിലേക്ക് മാറി, അങ്ങനെ പല ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ഷവർ സിസ്റ്റത്തിനെ കുറിച്ച്, ഒരു വീട്ടിൽ ഒരു ഷവർ സിസ്റ്റം വെക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. അതിൻ്റെ ഒരു സെലക്ഷനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു ബക്കറ്റ് കുളിക്കുമ്പോഴാണോ കൂടുതൽ വെള്ളം കൺസ്യൂം ചെയ്യുന്നത്, അത് ഷവർ കുളിക്കുമ്പോഴാണോ കൂടുതൽ വെള്ളം കൺസ്യൂം ചെയ്യുന്നത്? എൻ്റെ ഒരു ആർക്കിടെക്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് മാത്യുവിൻ്റെ ഒരു ചോദ്യത്തിന് എനിക്ക് കൃത്യമായിട്ടുള്ളതുണ്ട്. പക്ഷേ ഒരു സാധാരണ ഒരു ലേമാനെ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും, നമ്മൾ ഷവറിൽ കുളിക്കുമ്പോഴാണ് കൂടുതൽ വെള്ളം എടുക്കുന്നത് എന്നുള്ള രീതിയിൽ. ശരിക്കും ഷവർ കുളിക്കുമ്പോഴാണ് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നത്. പിന്നെ നമ്മൾ ഷവറിൻ്റെ അടിയിൽ കുളിക്കുമ്പോഴേക്ക് നല്ല കംഫർട്ട് ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി അധികം നേരം ഇരിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ വെള്ളം വേസ്റ്റ് ആവുന്നത്. അതല്ല, നമുക്ക് ഒപ്റ്റിമൽ യൂസ് എന്ന നിലയ്ക്ക് ഷവർ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പകുതി വെള്ളത്തിൽ തന്നെ കുളിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ചാൽ നമുക്കൊരു 1 മിനിറ്റിൽ 8 ലിറ്റർ വെള്ളം യൂസ് ചെയ്യാൻ വരെ പറ്റുന്ന രീതിയിലുള്ള ഷവേഴ്സാണ് ജനറലി നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒത്തിരിയധികം സൈസുകളിലുള്ള ഷവേഴ്സ് ഉണ്ട്. ഇപ്പം ഒരു നോർമൽ ഒരു ബാത്റൂമിലോട്ട് കയറുമ്പോഴത്തേക്ക് ചിലപ്പോൾ കാണാം വലിയൊരു ഷവർ ഇരിക്കുന്നത്. അത് ഒരു റെയിൻ ഷവർ പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ അത് തുറന്നു കഴിയുമ്പം അത്രയ്ക്ക് വലിയ പ്രഷറോ അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ഒരു സുഖമോ നമുക്ക് തോന്നത്തില്ല. ഈ സൈസുകൾ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. പലപ്പോഴും ആരുപയോഗിക്കുന്നു, അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊരു കാര്യം ഒരു കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഒരാൾ മാത്രം ഉപയോഗിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരാൾ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മുടെ ഷോൾഡർ ഈ മാക്സിമം വേണ്ടി വരുന്നത് വെള്ളം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോൾഡർ അളവായിട്ടുള്ള 45 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ മാക്സിമം വലുപ്പമുള്ള ഒരു ഷവർ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും വെള്ളത്തിൻ്റെ കൺസപ്ഷൻ സംബന്ധമായിട്ടുള്ളത് നോക്കുന്നത്. പക്ഷേ ഇപ്പോൾ നോർമൽ ഷവറിങ്ങിൽ ഉപരിയായിട്ട് ഇന്നിപ്പോൾ ഷവറിങ് ഒരു എക്സ്പീരിയൻസ് ആണ്. ഫാമിലി ഷവറിങ്, കപ്പിൾ ഷവറിങ്, ഫ്രണ്ട് ഷവറിങ് എന്ന് പറയുന്നത് ഒത്തിരി പുതിയ കോൺസെപ്റ്റ്സിൽ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ വലുപ്പം കൂടിയ ഷവറുകൾ എൻ്റെ ഷോപ്പിൽ തന്നെ 1 മീറ്റർ 1.2 മീറ്റർ വലുപ്പമുള്ള ഷവേഴ്സ് വരെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. പണ്ട് ഒരു 10 സെൻറ്റിമീറ്ററിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇന്നിപ്പോൾ 1 മീറ്റർ ലെവലോട്ട് എത്തിയിരിക്കുന്നത്. കാലം പോകുന്നതനുസരിച്ച് എത്ര മാറിയിരിക്കുന്നല്ലേ. നേരത്തെ പറയുകയുണ്ടായി, അതായത് പണ്ട് കാലത്ത് നമ്മൾ യൂഷ്വലി നോർമലായിട്ടുള്ള മിക്സേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്തേക്ക് അത് വരുമ്പോഴത്തേക്ക് ഡൈവേർട്ടേഴ്സിലേക്ക് മാറി. ഈ മിക്സറും ഡൈവേർട്ടറും തമ്മിലുള്ള വ്യത്യാസം അത് ഒന്ന് പറയാമോ? അതോടൊപ്പം തന്നെ നമ്മളിപ്പം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഡൈവേർട്ടേഴ്സ് ആണെന്ന് പറയുമല്ലോ, ഈ ഡൈവേർട്ടേഴ്സിനകത്തും ഒത്തിരി ട്രെൻഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്, പല രീതിയിലുള്ള ട്രെൻഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അതായത് തെർമോസ്റ്റാറ്റിക് മോഡൽസ്, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ളത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ബക്കറ്റ് പിടിച്ച് കുളിക്കുന്ന സമയത്ത് ഒരു ലോങ് ബോഡി അല്ലെങ്കിൽ ഒരു ടാപ്പ്, സാധാരണക്കാരൻ്റെ ഭാഷ ഒരു ടാപ്പ് തുറക്കുമ്പോഴേക്കും ബക്കറ്റിൽ വെള്ളം പിടിച്ചാൽ കുളിച്ചുകൊണ്ടിരുന്നത്. അതിൽ മാറി മിക്സർ വന്നപ്പോഴേക്കും 2 ടാപ്പ് വന്നു. അതിൽ പിന്നീട് നമ്മുടെ കൺവെൻഷണൽ വാൾ മിക്സേഴ്സ് ഓർമ്മയില്ലേ ബെന്നുവിന്, ആ ടൈപ്പിലോട്ട് പ്രൊഡക്റ്റ് മാറി. അതും മാറി ഡൈവേർട്ടേഴ്സ് വന്നു.
ഇപ്പം അതും മാറി. തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടേഴ്സ് ഉണ്ട്, ടച്ച് പാനുള്ള ഡൈവേർട്ടേഴ്സ് ഉണ്ട്, ബട്ടൺ ടൈപ്പ് ഡൈവേർട്ടേഴ്സ് ഉണ്ട്. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ പറഞ്ഞാൽ തീരാത്തത്രയും തന്നെ പ്രൊഡക്ട്സിൽ നിന്ന് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞു. നമ്മളൊരു ബാത്റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഷവർ ഉണ്ടാവും. നമുക്ക് ഹോട്ട് വാട്ടറാണ് വേണ്ടത്. നമ്മൾ ഹോട്ട് വാട്ടറിലേക്ക് തിരിച്ചു വെച്ചിട്ട് ഷവറിൻ്റെ അടിയിലോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ചൂടുവെള്ളമായിരിക്കും വരുന്നത്. തീർച്ചയായും നമ്മളത് ഹേർട്ട് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഏത് ടൈപ്പ് ഷവർ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് മാത്യു റെക്കമെൻഡ് ചെയ്യുന്നത്. ബനു, ഈ പറഞ്ഞ സിനാരിയോ കൂടുതലും സംഭവിക്കുന്നത് പഴയ കൺവെൻഷണൽ വാൾ മിക്സറുകളിലോ അല്ലെങ്കിൽ നോർമൽ ഡൈവേർട്ടറുകളിലോ സംഭവിക്കുന്ന കേസാണ്. ഓക്കെ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടറുകളിൽ ഒരു പരിധിക്കുള്ള ചൂടോ ഒരു പരിധിക്കുള്ള തണുപ്പോ ഈ ടാപ്പിൽ നിന്ന് വരികയില്ല. നമുക്കൊരു 32 ഡിഗ്രി സെൽഷ്യസിലോട്ട് സെറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആ ടാപ്പ് നമുക്ക് 38 ഡിഗ്രിയിൽ തന്നെ തരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ പ്രഷർ എന്തും ആയിക്കോട്ടെ, വെള്ളത്തിൻ്റെ ചൂടുവെള്ളം കൂടിക്കോട്ടെ, ടെമ്പറേച്ചർ ഒത്തിരി കൂടിക്കോട്ടെ, പക്ഷേ സിസ്റ്റം നമുക്ക് 35 തരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ പിള്ളേരുള്ള ബാത്റൂംസിലെ, പേരൻസ് ഉള്ള ബാത്റൂംസിലെ ഹൈലി റെക്കമെൻഡ് പ്രൊഡക്റ്റുകളാണ് ഈ തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, നമ്മൾ ഈ തെർമോസ്റ്റാറ്റിക് ആയിട്ടുള്ള ഡൈവേർട്ടേഴ്സ് ഒക്കെ തന്നെ ഒത്തിരി എക്സ്പെൻസീവ് ആണോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ഒരു തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടർ എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 8-10 വർഷം മുന്നേ ആയിരുന്നു എക്സ്പെൻസീവ് ആയിരുന്നു. ഒരു തെർമോസ്റ്റാറ്റിന് 50,000-ഉം 70,000-ഉം 1,00,000 ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇന്ന് വരുമ്പോഴേക്കും ഒരു 12,000 രൂപയ്ക്കോ 15,000 രൂപ അടുത്ത് തന്നെ തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടർ കിട്ടുന്ന സമയമാണിത്. അപ്പോൾ എക്സ്പെൻസീവ് എന്നൊരു കാലം ഒരിക്കലും ഞാൻ അത് പറയത്തില്ല. വളരെ അഫോർഡബിൾ ആണ് എല്ലാവർക്കും തന്നെ. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈവേർട്ടേഴ്സ് പല രീതിയിലുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നോർമൽ ഡൈവേർട്ടർ ഉണ്ട്, തെർമോസ്റ്റാറ്റിക് ഉണ്ട്, ഇനിയിപ്പം പാനൽ ബോർഡ്സിലുള്ള ഡൈവേർട്ടേഴ്സ് ഉണ്ട്, ബട്ടൺ ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പാനൽ ബോർഡ് അല്ലെങ്കിൽ ബട്ടൺ ടൈപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ? ബിനു പറഞ്ഞതിൽ കുറച്ചൊക്കെ എഗ്രി ചെയ്യുന്നു. ഒരു യൂറോപ്പിൽ നീളത്തിൽ പോകുന്ന ടാപ്പുകൾ ഇപ്പം നമ്മൾ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ ഹെഡ് ഷവർ, അടുത്ത ബട്ടൺ ഞെക്കുമ്പോൾ ഹാൻഡ് ഷവർ, അടുത്ത ബട്ടൺ ഞെക്കുമ്പോഴേക്കും ബോഡി ജെറ്റ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഉള്ള ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അതൊരു യൂറോപ്യൻ പ്രൊഡക്റ്റാണ് ഡെഫിനറ്റ്ലി. ചിലപ്പോൾ 5 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ബ്രാൻഡ്സുകൾ ഇന്നിപ്പം 1 ലക്ഷം രൂപ താഴെ, ചിലപ്പോൾ 50,000 രൂപയ്ക്കോ ആ ലെവലിൽ കിട്ടുന്ന വളരെ മനോഹരമായിട്ടുള്ള ലക്ഷറിയസ് പ്രൊഡക്റ്റ് കിട്ടാനുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും പല ആൾക്കാർക്കും ഏത് ബഡ്ജറ്റിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പല ബ്രാൻഡ്സും ഉണ്ടെന്നാണ് മാത്യു പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അത് തീരുമാനിക്കണം. എൻ്റെ ബഡ്ജറ്റ് എന്താണ്, എൻ്റെ വീട് തീരേണ്ട ബഡ്ജറ്റ് എന്താ നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതനുസരിച്ച് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. ഓക്കെ. നമ്മളിപ്പോൾ ഒരു ബാത്റൂമിലോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മുടെ ഷവർ ഏരിയ വരുമ്പോഴത്തേക്ക് നമ്മൾ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ സ്പൗട്ട് യൂസ് ചെയ്യുന്നു. ആ സ്പൗട്ട് വഴി നമ്മൾ ബക്കറ്റിലേക്ക് വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ തന്നെ ഈ സ്പൗട്ട് അത്രയും ഉപയോഗിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ലേഡീസൊക്കെ ആഗ്രഹിക്കാറുണ്ട് ഈ സ്പൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്കൊന്ന് ബക്കറ്റിൽ നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു എന്നുള്ളത്. അതിനൊക്കെ എന്തെങ്കിലും സജഷൻസ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സജസ്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? പലപ്പോഴും ഇപ്പോഴത്തെ മോഡേൺ വീടുകളിൽ സ്പൗട്ട് പലരും അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ബക്കറ്റ് വെള്ളം പിടിച്ച് കുളിക്കാവുന്നൊരു കൾച്ചർ പ്രീമിയം വീടുകളിലൊക്കെ തീരെ ഇല്ലയെന്ന് തന്നെ ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴും പല ഭൂരിഭാഗം ആൾക്കാർ സ്പൗട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. ഓക്കെ. നമ്മൾ ഷവർ യൂസ് ചെയ്യേണ്ട എന്ന് വെച്ചാൽ തല നനയ്ക്കേണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാൻഡ് ഷവേഴ്സൊക്കെ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡി ജെറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ വാട്ടർ യൂസേജ് എന്തെങ്കിലും കംപ്ലയിൻസ് അങ്ങനെയൊക്കെയുള്ള വരുന്നതായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ? പൊതുവെ കംപ്ലയിൻസുകൾ ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ് ബോഡി ജെറ്റ്സ്, ഹാൻഡ് ഷവറൊക്കെ തന്നെ. എസ്പെഷ്യലി ഹാൻഡ് ഷവർ വളരെ ഉപയോഗമുള്ളൊരു പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് ലേഡീസ് ആൾക്കാർക്കൊക്കെ നോക്കുമ്പോഴേക്കും രാത്രി തല നനയ്ക്കാതെ കുളിക്കേണ്ട അവസ്ഥ വരുമ്പോഴേക്കും അവർക്ക് ഹാൻഡ് ഷവർ ഉപയോഗിച്ച് കുളിക്കുന്നത് വളരെ കംഫർട്ടബിളാണ്. അതിൽ മാത്രമല്ല അവർ പീരീഡ് സമയങ്ങളിലൊക്കെ ആണെങ്കിലും ഹൈജീൻ ആംഗിൾ നോക്കുമ്പോഴേക്കും ഹാൻഡ് ഷവർ വളരെ ഉപകാരപ്പെടുന്നുണ്ട്. അതിലുപരി ഒരു ഹാൻഡ് ഷവർ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിച്ച് കഴിയുമ്പോഴേക്കും ആ ടൈലും ആ ഗ്ലാസ്സും ഒക്കെ വൃത്തിയാക്കി ഇടാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ തീർച്ചയായും നമുക്ക് പല പല ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നോർമൽ ഷവർ, ഹെഡ് ഷവർ കൂടാതെ തന്നെ നമുക്ക് ഹാൻഡ് ഷവർ, ബോഡി ജെറ്റ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ആസ്പെക്ട്സ് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ബോർവെല്ലിൽ നിന്നുള്ള വെള്ളം, മുനിസിപ്പൽ കോർപ്പറേഷൻ വാട്ടറിൽ നിന്നൊക്കെയുള്ള വെള്ളം. അപ്പം അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ പുതിയ ഷവേഴ്സ് അല്ലെങ്കിൽ എപ്പോഴും അടഞ്ഞിരിക്കുക, വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയുക എന്നീ പ്രശ്നങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി എപ്പോഴും എല്ലാവരും നല്ല വലിയ കൂടിയ പ്രൊഡക്ട്സൊക്കെ നമ്മൾ വാങ്ങി വെക്കും. പക്ഷേ ഇതിന് ഫോഴ്സ് ഇല്ലാതെ വരുന്ന ഒരു കാര്യം നാം കാണാറുണ്ട്. അതെങ്ങനെയാണ് പുതിയ പ്രൊഡക്ട്സിൽ ഇത് ചെയ്യുന്നത്? നമ്മുടെ ഒരു ഷവറിന്
പ്രഷർ കുറവാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു പക്ഷേ ലൈനിൽ പ്രഷർ കുറവുള്ളതുകൊണ്ട് തന്നെയായിരിക്കും പ്രഷർ കുറയുന്നത്. അതിന് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ഒരു ബൂസ്റ്റർ പമ്പ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ല, ഒരു ഷവറിൽ കൂടെ വെള്ളം വരുന്നില്ല, അത് തടസ്സമാണ്, വരുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ഒരു കാര്യം ചെയ്താൽ മതി, നമുക്കത് മാറ്റാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പല വീടുകളും കാണുന്നതാണ്, സുഷിരിങ്കോട് വെള്ളം വരുന്നില്ല. നമുക്ക് ചെറിയൊരു കാര്യം ചെയ്താൽ മതി. ആ തള്ളി നിൽക്കുന്ന സിലിക്കോണില്ലേ, അതിൽ നമ്മൾ ഫിംഗർ ചുമ്മാ ഒന്ന് ഓടിച്ചു വിട്ടാൽ മതി. അതിൽ എന്താണോ ചെളിയുള്ളത് അത് വിട്ട് തള്ളിപ്പോവും. ഇപ്പം നേരത്തെ പറഞ്ഞു പ്രഷർ കുറവായതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിലുള്ള പ്രഷർ നമ്മുടെ വെള്ളത്തിന് ഫ്ലോ കിട്ടാത്തത് എന്ന് പറയുകയുണ്ടായി. ഇനിയിപ്പോഴും നമ്മളിപ്പോൾ ഈ വലിയ ഷവേഴ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ റെയിൻ ഷവേഴ്സ് ഉണ്ട്, ഇപ്പോൾ പല രീതിയിലുള്ളതുണ്ട്. ഇപ്പം പൊടിമഴയുടേതുണ്ട്, പൗഡർ ഡ്രെയിന്, അങ്ങനെ പല പല രീതിയിലുള്ള ഷവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രഷർ പമ്പ് വെക്കണം എന്നുള്ളതാണോ റെക്കമെൻഡ് ചെയ്യുന്നത്? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പലരും പല പ്ലംബേഴ്സും പറയുന്ന കാര്യമുണ്ട്, ഞാൻ വെള്ളം ഇറക്കി വരുന്ന പൈപ്പിൻ്റെ വലുപ്പം കൂട്ടി, അതുകൊണ്ട് പ്രഷർ കൂടുതൽ കിട്ടും. ബെനുവിന് തോന്നുന്ന അഭിപ്രായം എന്താണ്? അങ്ങനെ പ്രഷർ കൂടുതൽ കൂടുമോ? ഇല്ല, നമുക്ക് വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന ലൈനിലൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ നമ്മൾ ചില വീടുകളിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 അടി പൊക്കത്തിൽ നമ്മൾ വാട്ടർ ടാങ്ക് വെക്കും, 6 അടി പൊക്കത്തിൽ വെക്കും. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അതിനൊരു ലിമിറ്റഡ് പ്രഷറുണ്ട്, ആ ഒരു പ്രഷർ വരെ നമുക്ക് കൂട്ടുവാൻ സാധിക്കും. പല ആൾക്കാരുടെ മിത്താണ് പൈപ്പ് കൂട്ടുന്നതിന് വലിപ്പം കൂട്ടുന്നതനുസരിച്ച് പ്രഷർ കൂടുമെന്നുള്ളത്. ഒരിക്കലും അങ്ങനല്ല. നമ്മൾ വാട്ടർ ടാങ്ക് പിന്നെ പറഞ്ഞാൽ വാട്ടർ ടാങ്ക് പൊക്കി വെക്കുന്നതനുസരിച്ച് കുറേശ്ശെ കൂടുമെങ്കിലും നല്ലൊരു കൺസിബിൾ ആയിട്ടുള്ള പ്രഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ബൂസ്റ്റർ പമ്പ് ഉപയോഗിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് വലുപ്പമുള്ള ബാത്റൂംസ്, വലുപ്പമുള്ള ഷവേഴ്സ് ഉപയോഗിക്കുമ്പോഴേക്കും, പൗഡർ റെയിൻ ഷവേഴ്സ്, അങ്ങനെയുള്ള വലിപ്പം കൂടി ഷവേഴ്സ് ഉപയോഗിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ബോഡി ജെറ്റ്സ് ഉപയോഗിക്കുമ്പോഴേക്കും നമ്മൾ ഉറപ്പായിട്ടും ഒരു ബൂസ്റ്റർ പമ്പ് റെക്കമെൻഡ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഒരു പ്രീമിയം ബാത്റൂമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, നമ്മൾ അഡ്വർടൈസ്മെൻ്റൊക്കെ കാണുന്നത് പോലെ ഭയങ്കര നല്ല വലിയ ഷവറിൽ കൂടി നല്ല രീതിയിൽ വെള്ളം വരുന്നു, നല്ല ഒരാൾ ഇപ്പം മസിൽ അത് ഓക്കെ, അത് വേണ്ട, പക്ഷേ എങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ വെള്ളം വരുന്നു, കുളിക്കുന്നു, ബോഡി ജെറ്റ്സിൽ കൂടി വരുന്നു. ഇതെല്ലാം മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറയുണ്ടായി, ബട്ടൺസ് ടൈപ്പ് സാധനങ്ങളുണ്ട്, തിരിക്കുന്ന ടൈപ്പ് സാധനങ്ങളുണ്ട്. ഒരു ബട്ടൺ ഞെക്കുമ്പോഴേക്കും നമുക്ക് മേളിൽ നിന്ന് വെള്ളം വരുന്നുണ്ടാവും. അടുത്ത ബട്ടൺ ഞെക്കുമ്പോഴും മേളിൽ ഷവറിൽ തന്നെ മിസ്റ്റ് രീതിയിൽ വെള്ളം വരും. ഒരു ബട്ടൺ ഞെക്കുമ്പോഴേക്ക് ധാര പോലെ വെള്ളം വരുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ബട്ടൺ ഞെക്കുമ്പോഴേക്ക് കാസ്കേഡ് ഫ്ലോ വരുന്നതുണ്ടാവും. ഒരു ബട്ടൺ ഞെക്കുമ്പോഴേക്ക് ബോഡി ജെറ്റ് പിറ്റേന്ന് വരുന്ന വെള്ളം ടൈപ്പ് ഉണ്ടാവും. അങ്ങനെ ഇന്നിപ്പോൾ അൺലിമിറ്റഡ് ആണ്. നമുക്ക് കസ്റ്റമർക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ലെവലോട്ട് ഇന്ത്യൻ ബ്രാൻഡ്സും അല്ലെങ്കിൽ യൂറോപ്യൻ ബ്രാൻഡ്സും വളർന്നിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഒരു പ്രീമിയം ബാത്റൂം സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു വലിയ ഒരു പ്രൈസ് ഇതില്ല എങ്കിൽ നമുക്ക് തീർച്ചയായും ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒത്തിരി വെറൈറ്റീസ് നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പല ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ പല ഫാക്ടറി വിസിറ്റ്സിനും ഒക്കെ തന്നെ പോയിട്ടുണ്ട്. ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ള ബ്രാൻഡ്സ്, അവരുടെ ആ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സിൽ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എങ്ങനെയുണ്ട്? വളരെ പല കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ജഡ്ജ് ചെയ്യുക എന്നുള്ളത്. ഒരു ടാപ്പിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിലുപയോഗിക്കുന്ന ബ്രാസിൻ്റെ ക്വാളിറ്റിയാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി പ്രൈമറി ബ്രാസ് എന്ന് പറഞ്ഞാൽ റീസൈക്ലിംഗ് അല്ലാത്തൊരു ബ്രാസ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വില കൂടുതലായിരിക്കും, അതനുസരിച്ച് ടാപ്പിന് വില കൂടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന് പുറത്ത് കൊടുക്കുന്ന കോട്ടിംഗ് ആണ്. എത്ര കനത്തിൽ അത് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നിക്കൽ പ്ലേറ്റിംഗും ഉണ്ട്, ക്രോം പ്ലേറ്റിംഗും ഉണ്ട്. കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല, കൂടുതൽ മനസ്സിലാകത്തില്ല കൂടുതൽ പോയി കഴിഞ്ഞാൽ. എങ്കിലും ഏറ്റവും നല്ല കോട്ടിംഗ് പുറത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ്. പിന്നെ അടുത്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് ടാപ്പിനകത്തിരിക്കുന്നത്. ഒരു ടാപ്പിൻ്റെ കാറ്റഡിച്ച്, അതിൻ്റെ ക്വാളിറ്റി നല്ല കമ്പനി, യൂറോപ്യൻ കമ്പനിയുടെ കാറ്റഡിച്ച് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്മൂത്തറായിരിക്കും, ഉപയോഗിക്കാൻ നല്ല സുഖമായിരിക്കും. പിന്നെ പറഞ്ഞു വരുന്ന ടാപ്പ് കണ്ടിട്ടില്ലേ, എയറേറ്റർ എന്നാണ് പറയുന്നത്. അതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു എയറേറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ വെള്ളത്തിന് ഫ്ലോ വളരെയധികം കുറയ്ക്കുകയാണ്. പക്ഷെ നമുക്ക് തോന്നത്തില്ല വെള്ളം കുറഞ്ഞതായിട്ട്. നമ്മൾ ഷവേഴ്സ് സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഞാൻ കുറച്ചാൾ മുമ്പാണ് ഞാനൊരു റിസോർട്ടിൽ പോവുകയുണ്ടായി. നമ്മൾ ഒരു വലിയ ഒരു പ്രൈസി ആയിട്ടുള്ളൊരു റിസോർട്ടൊന്നുമല്ല. പക്ഷേ അവിടുത്തെ ഷവർ നമ്മൾ ചെന്ന് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ചേട്ടാ നമ്മുടെ ക്ലയൻസിനും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ,
അതായത് നമ്മളിപ്പോൾ നമ്മളൊരു ഡൈവേർട്ടർ സിസ്റ്റം വെച്ച് കൊടുത്തു, അത് കുറച്ചാൾ ചിലപ്പോൾ നല്ലതായിട്ട് പെർഫോം ചെയ്യും, കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ടൈറ്റ് ആയി കഴിഞ്ഞാൽ അതൊരു എംബാരസിങ് സിറ്റുവേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ കൂടിയ പ്രൈസിങ്ങിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ പറഞ്ഞ ടൈറ്റ് ആവുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല കസ്റ്റമർക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. പല ആൾക്കാരും അത് നോർമലാണ് എന്ന് ഓർത്ത് അത് ഉപയോഗിച്ച് പോകുന്നൊരു അവസ്ഥയെ പലപ്പോഴും കണ്ടിരിക്കുന്നത്. കുറച്ച് ശക്തി ഉപയോഗിച്ചാൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതെന്നോർത്ത്. പക്ഷേ കസ്റ്റമർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു സർവീസിൽ ഫിക്സ് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കട്ടിയായിട്ടുള്ള ഒരു ടാപ്പിൽ തുറന്ന് ഒരു ചെറിയ ജെല്ല് പോലെ അല്ലെങ്കിൽ ഓയിൽ പോലെ ഒരു സാധനം അപ്ലൈ ചെയ്യുമ്പോഴേക്കും ആ സ്മൂത്ത്നെസ് കൂടുതൽ വരുന്നുണ്ടാവും. ഈ ബെനു പറയുകയുണ്ടായി, കട്ടിന്ന് ഒപ്പം തന്നെ ചിലപ്പോൾ വളരെ ലൂസ് ആവുന്നൊരവസ്ഥയും ഉണ്ടാവും. ഈ രണ്ട് കേസ് വരുമ്പോഴേക്കും കസ്റ്റമർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഉപയോഗിച്ചത് അവിടെ കസ്റ്റമർക്ക് ബന്ധപ്പെടുക, സർവീസ് എടുത്തിട്ട് ആ പ്രശ്നം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മുടെ വീട് പണിയിൽ ഒരു നല്ല ബാത്റൂം ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്ലാസ്റ്ററിങ്ങിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഈ സാനിറ്ററി പ്രൊഡക്ട്സ് ഒക്കെ തന്നെ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ബുക്ക് ചെയ്ത് വെക്കണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഒത്തിരിയധികം പുതിയ പ്രൊഡക്ട്സിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം പാനൽ ബോർഡ്, ഷവേഴ്സ്, ബട്ടൺ ടൈപ്പ്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതിനൊക്കെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കൺസീൽഡ് ഐറ്റംസ് ഉണ്ടോ? ഇനി ഇത് എപ്പോഴാണ് നമ്മുടെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത്? ഒരു ബാത്റൂമിൻ്റെ കൺസീൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് നമ്മുടെ തേപ്പ് കഴിയണ സമയത്താണ്. പക്ഷേ ഒരു വീട് പണിയുന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ചോളം വീട് പണിയുന്ന ഡ്രോയിങ് തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ബാത്റൂം എങ്ങനെ ആയിരിക്കണം, എന്ത് പ്രൊഡക്റ്റ് വേണം എന്നൊരു വിഷനും കൂടെ പോയാൽ മാത്രമേ ഉള്ളൂ ഒരു മനോഹര ബാത്റൂം എൻഡിൽ കിട്ടത്തുള്ളൂ. എന്നാൽ തേപ്പ് കഴിഞ്ഞിട്ട് പൈപ്പ് ഇടുന്ന കൂട്ടത്തിൽ വേണം ഈ കൺസീൽഡ് വെക്കാൻ. കൺസീൽ തന്നെ ഇത് ഒത്തിരി പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. ബോക്സ് പോലെ വരുന്നത്, ബ്രാസ് ഫിറ്റിംഗ് ആയിട്ട് തന്നെ വരുന്നത്, നീളത്തിൽ പോകുന്ന പലതരത്തിലുള്ള സാധനങ്ങളുണ്ടല്ലോ. ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടൈലിങ്ങിന് മുന്നേ വീട്ടുകാർ മിസ്സായി പോകുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അതിൽ പ്രഷർ ടെസ്റ്റ് ചെയ്യുക എന്ന് പറയണത്. നമ്മൾ മനുഷ്യന്മാരാണ് പൈപ്പിംഗ് ചെയ്യുന്നത്. എവിടെയെങ്കിലും ഒരു പ്രോപ്പർലി ജോയിൻറ്റ് ചെയ്യാതെ പോയെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്ന് ഓർത്ത് വയ്ക്കേ. ചിലപ്പോൾ അത് പിന്നീട് കീർത്താമസം കഴിയുമ്പോഴായിരിക്കും ആ പ്രശ്നം അറിയുന്നതും ആ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈലിങ്ങിന് മുന്നേ നിർബന്ധമായിട്ടും അതിൻ്റെ പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പ്രഷർ ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒന്ന് നമ്മുടെ സാനിറ്ററി വെയർസിലേക്കുള്ള പ്രഷർ എന്നുള്ളത് മാത്രമല്ല, എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിലും നമുക്കറിയാൻ സാധിക്കുന്നത് പ്രഷർ ടെസ്റ്റിൽ കൂടെ മാത്രമാണ്. തീർച്ചയായും ഈ വീഡിയോ, അതായത് നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും തന്നെ വലിയ ഷവേഴ്സ് അല്ലെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ബാത്റൂം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വീഡിയോ തീർച്ചയായും എല്ലാവർക്കും നമ്മുടെ വീടിൻ്റെ ഡൈവേർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഷവേഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനൊരു നല്ലൊരു എക്സ്പേർട്ട് അഡ്വൈസ് കിട്ടി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീട് സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട് വീട് വിചാരം. താങ്ക് യു.